നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഹോർമോണൽ ഇംബാലൻസ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ. ഇതേപ്പറ്റി നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം വെൽകെയർ ഹോസ്പിറ്റലിലെ എൻഡോക്രിനോളജിസ്റ്റ് ഡോക്ടർ ബോബി കെ മാത്യു ആണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, കുട്ടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺസ് ഏതെല്ലാമാണ്? നമുക്കെല്ലാം ഹോർമോൺ എന്ന് കേട്ടാൽ നമ്മളെല്ലാം കേൾക്കുന്ന രണ്ട് അസുഖങ്ങൾ, ഒന്ന് തൈറോയിഡും രണ്ട് ഡയബറ്റീസും. ഇവർ തിരിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഇന്ത്യയും ചൈനയാണ് വേൾഡ് ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ്. കുട്ടികളിലും അതേപോലെ. അപ്പോൾ ഡയബറ്റീസ് കോമൺ, തൈറോയിഡ് കോമൺ. പക്ഷേ ശരീരത്തിൽ നമുക്കറിയാം ഒത്തിരി ഗ്രന്ഥികളുണ്ട്. ലിവറുണ്ട്, കിഡ്നിയുണ്ട്, ഹാർട്ടുണ്ട്. ഇതിനെല്ലാം 1/2 കിലോ മുതൽ 1.5 കിലോ വരെ തൂക്കമുണ്ട്. പക്ഷേ ശരീരത്തിൽ നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദി ബോഡി എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്ന ഒരു ഗ്രന്ഥിയുള്ളൂ. അതാണ് തലച്ചോറിലുള്ള സ്മോൾ ഗ്രന്ഥി. അതിൻ്റെ പേരാണ് പിറ്റ്യൂട്ടറി. ഈ പിറ്റ്യൂട്ടറിയുടെ ആകെപ്പാടെ വലിപ്പം 9 മില്ലിമീറ്ററും വെയിറ്റ് 0.5 ഗ്രാം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സാധാരണ ബോൾ പേനയുടെ നിബിൻ്റെ വലിപ്പമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ബോഡിയിൽ ഇത്രയേറെ അവയവങ്ങളുണ്ടെങ്കിലും പിറ്റ്യൂട്ടറിയെ നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്? പിറ്റ്യൂട്ടറിയിൽ നിന്ന് 5 ഹോർമോൺ വരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ. ഒരാണിന് പൊക്കം കൂടിയാൽ നമുക്ക് പറയും നല്ല പൊക്കമുണ്ട്, ഒരു പൗരുഷമുള്ളതാണ്. പൊക്കം കുറഞ്ഞാൽ ആണിനോ പെണ്ണിനോ പറയും പൊക്കമില്ല, ഒരു ലുക്കില്ലെന്ന് പറയും. അതാണ് ഗ്രോത്ത് ഹോർമോൺ. സോ പൊക്കത്തിനുള്ള ഗ്രോത്ത് ഹോർമോൺ വരുന്ന തലച്ചോറിലെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ലൈംഗിക വളർച്ച തീരുമാനിക്കുന്ന സെക്സിൻ്റെ ഹോർമോണെ കൺട്രോൾ ചെയ്യുന്ന FSH വരുന്നതും പിറ്റ്യൂട്ടറിയിൽ നിന്ന്. എന്ന് വെച്ചാൽ ഒരു ആൺകുട്ടി ജനിക്കുമ്പോഴേ 2 വൃഷ്ണവുമുണ്ട്. ഒരു പെൺകുട്ടി ജനിക്കുന്ന ഭ്രൂണാവസ്ഥയിൽ നമ്മൾ വയറിൻ്റെ സ്കാൻ ചെയ്താൽ യൂട്രസും ഓവറിയും ഉണ്ട്. പക്ഷെ ഒരു പെൺകുട്ടിക്ക് ആർത്തവം ആരംഭിക്കുന്നു 12 വയസ്സിന് ശേഷം. ഒരു ആൺകുട്ടിക്ക് ലൈംഗിക വളർച്ച ആരംഭിക്കുന്നു 12-14 വയസ്സിന് ശേഷം. സോ ഒരാണിനെ ആണാക്കുന്നതും പെണ്ണിനെ പെണ്ണാക്കുന്നതും പിബേർട്ടി അഥവാ കൗമാരത്തിൻ്റെ കൺട്രോൾ തലച്ചോറിലെ പിറ്റ്യൂട്ടറി എന്നുള്ള FSH. പിന്നെ നമുക്കെല്ലാം അറിയാം തൈറോയിഡ്. തൈറോയിഡിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് TSH. അതേപോലെ അമ്മ കുഞ്ഞിന് മുലയൂട്ടുന്നു, ആ ഹോർമോണിൻ്റെ പേരാണ് പ്രൊലാക്റ്റിൻ. അതേപോലെ ഒരു ആണിൻ്റെയോ പെണ്ണിൻ്റെയോ തടി അഥവാ BP അവസ്ഥയും വണ്ണവും കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ഈ 5 ഹോർമോൺ വരുന്ന പിറ്റ്യൂട്ടറിയിൽ നിന്ന്. സോ പൊക്കത്തിനുള്ള ഗ്രോത്ത് ഹോർമോൺ, ലൈംഗിക വളർച്ചയെ കൺട്രോൾ ചെയ്യുന്ന സെക്സ് ഹോർമോൺ, തൈറോയിഡിനെ കൺട്രോൾ ചെയ്യുന്ന TSH, മുലയൂട്ടാൻ ഒരു അമ്മയെ സഹായിക്കുന്ന പ്രൊലാക്റ്റിൻ, നമ്മുടെ എല്ലാ ശരീരത്തിൻ്റെ തൂക്കത്തിനെ കൺട്രോൾ ചെയ്യുന്ന കോർട്ടിസോൾ. സോ ഒരാണിനെ ആണാക്കുന്നതും പെണ്ണിനെ പെണ്ണാക്കുന്നതും പിറ്റ്യൂട്ടറിയുടെ പ്രവർത്തനത്തെ. അതുകൊണ്ടാണ് പിറ്റ്യൂട്ടറിയെ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദി ബോഡി എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഇതാ, പൊക്കത്തിന് വേണ്ടത് ഗ്രോത്ത്, ബുദ്ധിക്ക് വേണ്ട ഹോർമോൺ തൈറോയിഡ്, ലൈംഗിക വളർച്ചയ്ക്ക് ഒരു ആണിന് വേണ്ടത് ടെസ്റ്റോസ്റ്ററോൺ അഥവാ പുരുഷ ഹോർമോൺ, ഒരു സ്ത്രീക്ക് വേണ്ട ഈസ്ട്രജൻ. ഇത് മൂന്നും സമ്പൂർണ്ണമായാൽ ഒരു കുട്ടിയുടെ വളർച്ചയും ഒരു കുട്ടിയുടെ കൗമാരത്തിലേക്കുള്ളത് മുതിർന്നതിലേക്കുള്ള വളർച്ചയും നോർമലായി. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ കുട്ടിക്ക് ഇപ്പൊ 2.5 വയസ്സായി. അവന് ഇത്തിരി ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ ഇങ്ങനെ എപ്പോഴും ഈ ജനനേന്ദ്രിയത്തിൽ പിടിച്ചിങ്ങനെ അതിലാ പുള്ളി കൂടുതൽ ടൈം. എത്ര വയസ്സുണ്ട് കുട്ടിക്ക്? 2.5 വയസ്സുണ്ട്. പിന്നെ പുള്ളിയുടെ മേത്ത് ഇങ്ങനെ കൊതുക് അടിച്ച് ഇങ്ങനെ കുരുക്കൾ പോലെ മേലെ നിറച്ച് ഇങ്ങനെ ചൊറിച്ചിലും അതൊക്കെ വരുന്നുണ്ട്. ജനനേന്ദ്രിയത്തിന്റെ ലിംഗത്തിന് വലിപ്പം എത്ര സെന്റിമീറ്റർ ഉണ്ട്? നോർമൽ ഒരു 2.5 വയസ്സുള്ള കുട്ടിയുടെ ലിംഗ വലിപ്പമേ ഉള്ളൂ, വേണ്ടതിലും കൂടുതലാണോ കുറവാണോ? നോർമലാന്ന് തോന്നുന്നുണ്ടോ സാർ? മതി, ഞാൻ പറയുന്ന കറക്റ്റ് കേട്ടോണേ. സോ ബേസിക്കലി ഇത് മാതാപിതാക്കൾ പലപ്പോഴും നമ്മുടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ നിന്ന് 2 കാര്യങ്ങൾ അറിയേണ്ടത്. ഒരു പെൺകുട്ടിയുടെ ലൈംഗിക വളർച്ച ഉണ്ടോ എന്നറിയാൻ എളുപ്പമാണ്. ഒരു പെൺകുട്ടിക്ക് സ്തനവലിപ്പം വന്നോ, അഥവാ 8 വയസ്സിലോ 6 വയസ്സിലോ ഒരു പെൺകുട്ടിക്ക് മാസമുറ ആരംഭിച്ചാൽ അച്ഛനും അമ്മയും പരിഭ്രാന്തരാകും. ഡോക്ടറെ നേരത്തെ മെൻസസ് വന്നല്ലോ. 14 വയസ്സിൽ മെൻസസ് വന്നില്ലെങ്കിലും പരിഭ്രാന്തരാകും. പക്ഷെ പലപ്പോഴും ആൺകുട്ടിയെ കണ്ടാലോ പലപ്പോഴും നോർമലായിട്ടിരിക്കും. വെളിയിൽ മീശയും താടിയൊന്നും വളരണമെന്നില്ല. ചിലർക്ക് ലിംഗവലിപ്പം നോർമലായിരിക്കും, ചിലർക്ക് വേണ്ടതിലും കൂടുതലോ കുറവോ ആയിരിക്കും. സോ ഓരോ പ്രായത്തിനനുസരിച്ച് ഒരു ആൺകുട്ടിയുടെ ലിംഗ വളർച്ച ഓരോ സെന്റിമീറ്ററായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ജനിക്കുമ്പം ഉള്ളൊരു ന്യൂ ബോൺ ബേബി ഒരു ആൺകുട്ടിയുടെ ലിംഗത്തിന് വലിപ്പം 2.5 സെന്റിമീറ്റർ വരെ ആയിരിക്കാം. 10 വയസ്സ് വരെയുള്ള ഒരു ആൺകുട്ടിക്ക് ലിംഗത്തിന് വലിപ്പം 6.5 സെന്റിമീറ്റർ വരെ ആകാം. മുതിർന്ന ഒരു പുരുഷനോ 14 വയസ്സിന് ഒരു ആൺകുട്ടിക്കോ ലിംഗത്തിന് വലിപ്പം 9.4 സെന്റിമീറ്റർ വരെ പോകാം. സോ ഈ കുട്ടിയുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ അച്ഛൻ അമ്മയോ വല്ലതും പറഞ്ഞു ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഓവർ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം ഹൈപ്പർ ആക്ടിവിറ്റി 90% ജന്മസമയത്ത് ബ്രെയിനിന്റെ ഹൈപ്പർ സ്റ്റിമുലേഷൻ കൊണ്ടുണ്ടാകുന്ന 10% പേർക്ക് തൈറോയിഡിന്റെയോ സെക്സ് ഹോർമോണിന്റെയോ വേരിയേഷൻ കൊണ്ടുണ്ടാവാം. പക്ഷെ ഒരു ആൺകുട്ടിക്ക് സെക്സ് ഹോർമോൺ വരണമെങ്കിൽ ഫസ്റ്റ് ലിംഗത്തിന് വലിപ്പം കൂടണം, അല്ലെ വൃഷ്ണത്തിന്റെ വലിപ്പം കൂടണം, അല്ലെ രോമവളർച്ച വരണം. ആ മാതാവ് പറഞ്ഞതനുസരിച്ച് ആൺകുട്ടിയുടെ ലിംഗത്തിന്റെ വലിപ്പം നോർമല, അമിതമായ രോമവളർച്ചയില്ല, അഥവാ വൃഷ്ണത്തിന് വേറെ പുരുഷൻ്റെതായ വളർച്ചയില്ല. അതിൻ്റെ അർത്ഥം നോർമലി സെക്സ് ഹോർമോൺ നോർമല, അത് ബിഹേവിയർ വേരിയേഷനോ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ പാർട്ട്. ഫസ്റ്റ് ഒരു ഡോക്ടറെ കാണിക്കുക. മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ഹോർമോൺ തൈറോയിഡ് ചെക്ക് ചെയ്യുക, ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക. ലിംഗത്തിന് വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം പുരുഷ ഹോർമോൺ ചെക്ക് ചെയ്ത് ഡോക്ടറെ കാണിക്കുക. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട്. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാ. അവളുടെ മുഖത്ത് രോമ വളർച്ച. അതുകൊണ്ട് അതിന്
പെൺകുട്ടിക്ക് മെൻസസ് മാസമുറ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല, മാസമുറ കറക്റ്റ് ആയിട്ടില്ല. കുറച്ച് വണ്ണം കൂടുതലാണോ കുറവാണോ? നല്ല വണ്ണം പൊക്കത്തിന് ആനുപാതികം ഉണ്ടോ? വണ്ണം കുറവാണോ? വണ്ണം കൂടുതലാണ്. കൂടുതലാ. പൊക്കം എത്ര സെന്റിമീറ്റർ? വണ്ണമില്ല. എന്നാലും പൊക്കം എത്ര സെന്റിമീറ്റർ ഉണ്ട്? 150, 160 എത്ര ഉണ്ട് പൊക്കം? 160 സെന്റിമീറ്റർ. വെയിറ്റ് എത്ര കിലോ കാണും? 60 കൂടുതലാണോ അതോ അതിൽ കുറവാണോ? 60 കൂടുതലില്ല, 45 വെയിറ്റ് ഉണ്ടാവും. അത്രേ വെയിറ്റ് ഉള്ളൂ. അപ്പൊ പൊക്കത്തിന് ആനുപാതികമേ ഉള്ള വെയിറ്റേ ഉള്ളൂ. രോമ വളർച്ച കൂടുന്നു. മെൻസസ് കറക്റ്റ് ആയിട്ട് വരുന്നില്ലല്ലോ? ഇല്ല. ഇനി ഞാൻ പറയുന്ന കറക്റ്റ് ആയിട്ടും കേട്ടോണേ. ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള എല്ലാവർക്കും വേണ്ടി. ഒരു പെൺകുട്ടിക്ക് രോമം വളരേണ്ട 2 ഏരിയ ഉള്ളൂ. ഒന്ന് കഷം, 2 ജനനേന്ദ്രിയത്തിന് ചുറ്റും. ആൺകുട്ടിയുടെ ഏരിയയാണ് മേൽചുണ്ട, കീഴ്ത്താടി, നെഞ്ച, കൈകാലുകൾ. ഇതെല്ലാം നമ്മുടെ പൗരുഷത്തിന്റെ ലക്ഷണമാണ്. നെഞ്ചിലും കൈകാലുകളിലും മുഖത്തും നല്ല താടി രോമങ്ങളുണ്ടെങ്കിൽ. പെൺകുട്ടികൾക്ക് അമിതമായ രോമവളർച്ച വരുന്ന ഒരു പ്രായമേ ഉള്ളൂ, കൗമാരം. 12 16 വയസ്സിനിടയ്ക്ക് 10 5 പെൺകുട്ടികൾക്കും കുറച്ച് രോമവളർച്ച വരാം, കുറച്ച് മോക്കുരു വരാം. പക്ഷേ രോമമുള്ളവർ ഫസ്റ്റ് ചെയ്യുന്നതോ ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോവും, ഷേവിങ്ങോ ബ്ലീച്ചിങ്ങോ പ്ലക്കിങ്ങോ ചെയ്യും. 1 2 പ്രാവശ്യം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ രോമം കിളിക്കുന്നില്ലെങ്കിൽ ഹാപ്പി. നമുക്കറിയാതെ കൗമാരത്തിന്റെ വേരിയേഷനാണ്. ഇതേപോലെ ഒരു മാതാപിതാക്കൾ വിളിച്ചിട്ട് പറയുന്നു, ഡോക്ടറെ 14 വയസ്സിൽ രോമം വന്നു, 18 20 വയസ്സായിട്ട് ഞങ്ങൾ റിമൂവ് ചെയ്യുന്നു, ബ്യൂട്ടി പാർലറിൽ പോകുന്നു, ഷേവ് ചെയ്യുന്നു, പ്ലക്ക് ചെയ്യുന്നു, പിന്നെയും രോമം അടിയിൽ നിന്ന് കളിക്കുന്നു. അതിൻ്റെ അർത്ഥം 10 80% ഇങ്ങനത്തെ പെൺകുട്ടികൾക്ക് അവരുടെ ബോഡിയിൽ പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുതലാണ്. സോ ഒരു പെൺകുട്ടിക്ക് അമിതമായ രോമവളർച്ചയുണ്ട്, കൗമാരം തുടങ്ങി മെൻസസ് തുടങ്ങി 2 വർഷം കഴിഞ്ഞ് റിമൂവ് ചെയ്യുന്നു, പിന്നെ അടിയിൽ നിന്ന് രോമം കളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പുരുഷ ഹോർമോൺ അഥവാ ടെസ്റ്റോസ്റ്ററോൺ കൂടുതലുണ്ടോ എന്ന് നോക്കുക. ഇതിന്റെ ഫസ്റ്റ് ലക്ഷണമാണ് ക്രമം തെറ്റിയ ആർത്തവം. ഹോർമോണൽ ചേഞ്ച് ഉണ്ടെങ്കിൽ 90% പെൺകുട്ടികൾക്കും ക്രമം തെറ്റിയ ആർത്തവമായിരിക്കും. സോ അമിതമായ രോമവളർച്ച മേൽത്തുണ്ടിലോ കീഴ്ത്താടിയിലോ നെഞ്ചത്തോ കൈകാലുകളിലോ പുരുഷന് വേണ്ട ഏരിയയിൽ രോമവളർച്ച അധികമുണ്ടെങ്കിൽ ഫസ്റ്റ് പോയി പുരുഷ ഹോർമോൺ അഥവാ ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യുക. പുരുഷ ഹോർമോൺ കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്ന മരുന്ന്. എന്തുകൊണ്ട് പുരുഷ ഹോർമോൺ കൂടി? അത് ഓവറിയിലെ സിസ്റ്റ് മൂലം ഉണ്ടാകുന്ന പോളിസിസ്റ്റിക് ഓവറി ആണോ അതോ കിഡ്നിയുടെ പുറത്തൊരു ഗ്രന്ഥിയുണ്ട്, അതിൻ്റെ പേരാണ് അഡ്രീനൽ. ഇതിൽ നിന്ന് ആൻഡ്രജൻ അഥവാ പുരുഷ ഹോർമോൺ കൂടുതലാണെന്ന് നോക്കി ആ പുരുഷ ഹോർമോണെ കുറയ്ക്കുന്ന മരുന്നെടുക്കുക. അതിനൊപ്പം വേണേൽ ഷേവിങ്ങും ബ്ലീച്ചിങ്ങും ലേസർ ചെയ്യുക. എന്തുകൊണ്ടാണ്? ഇപ്പോൾ സമൂഹത്തിൽ ഇവിടെ ആണുങ്ങൾക്ക് പോലും ബിസി ലൈഫിൽ ഷേവ് ചെയ്യാൻ നേരമില്ല. ആണുങ്ങൾക്ക് മുഖം മാത്രം ഷേവ് ചെയ്താൽ മതി. പെണ്ണുങ്ങൾക്കോ ഈ സൊസൈറ്റിയിലുള്ള പല ആൾക്കാരും നമ്മളെ കാണുമ്പോൾ മിഡി ഉപയോഗിക്കുന്നു, ബാക്കി ഡ്രസ്സ് ഉപയോഗിക്കുന്നു, കൈകാലുകളും മുഖവും എല്ലാം ക്ലീൻ ആയിട്ട് ഷേവ് ചെയ്യാൻ ദിവസങ്ങളോ അല്ലെ അവേഴ്സിന്റെ സ്ട്രെയിൻ എടുക്കുന്നു. സോ അതിലും നല്ലത് എന്തുകൊണ്ട് പുരുഷ ഹോർമോൺ കൂടി അത് കണ്ടുപിടിച്ച പുരുഷ ഹോർമോണെ കുറയ്ക്കുന്ന മരുന്നുകൾ. അതാണ് ഫ്ലൂട്ടമൈഡ്, ആൽഡാക്ടോൺ, ഫിനസ്ട്രൈൻ തുടങ്ങിയ മരുന്നുകൾ ഒരു ഡോക്ടറെ കൊണ്ട് കഴിക്കുക. ഫസ്റ്റ് എന്തുകൊണ്ട് രോമം വരുന്നു എന്നുള്ളത് കണ്ടുപിടിച്ച് ചികിത്സിക്കുക. പൂർണ്ണമായും 99% പേർക്കും രോമം പൂർണ്ണമായും പോവും. പോയില്ലെങ്കിൽ തന്നെ വരുന്നതിന്റെ തോത് കുറയും. 2 ദിവസം കൂടുമ്പോൾ മാറ്റേണ്ട രോമം 20 ദിവസം കൂടുമ്പോൾ മാറ്റിയാൽ മതി. 20 ദിവസം കൂടുമ്പോൾ മാറ്റേണ്ട രോമം 6 8 മാസം കൂടെ മാറ്റിയാൽ മതി. സോ പുരുഷ ഹോർമോണിന്റെ അളവ് ചെക്ക് ചെയ്യുക. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് കിളിമാനൂരിൽ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. ചോദിച്ചോ. ഡോക്ടർ, എന്റെ മകന് വേണ്ടിയാണ് ഞാൻ ഒരു ആവശ്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. എന്റെ മകനാണെങ്കിൽ 15 വയസ്സായി. 15 വയസ്സാണ്. ഈ മുഖത്ത് ഫുള്ള് രോമം, അത് പിരിയുമൊക്കെ ഭയങ്കര കട്ടിയും രോമത്തെ പെട്ടെന്ന്, അതായത് നമ്മളിപ്പോ ഷേവ് ചെയ്ത് പെട്ടെന്ന് തന്നെ രോമം പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതിനൊരു മാർഗം. 15 വയസ്സല്ലേ? 15 വയസ്സ്. ലിംഗ വളർച്ച ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കേട്ടോ. ലിംഗ വളർച്ച നോർമലാണോ വേണ്ടതിലും കൂടുതലാണോ? ലൈംഗിക വളർച്ച, ലിംഗത്തിന്റെ ജനനേന്ദ്രിയത്തിന്റെ വളർച്ച പ്രായത്തിനതൊക്കെയുള്ളോ പ്രായത്തിലും കൂടുതലാണോ? ഇല്ല, അത് നോർമലാ. നിങ്ങൾക്ക് രോമവളർച്ച എങ്ങനെയുണ്ട്? മാതാപിതാക്കൾക്ക് നോർമലാണോ? മാതാപിതാക്കൾ വയസ്സിന് രോമം കൂടുതലാണ്. ഈ പീരിയഡ്സും തല രോമം അതൊക്കെ കൂടുതലാണ്. ഒറ്റ വാക്ക് ഇത് കണ്ടോ, 2 എക്സ്ട്രീമാ. ഒന്ന് ആൺകുട്ടിക്ക് അമിതമായ രോമവളർച്ച, മറ്റേ പെൺകുട്ടിയുടെ രോമവളർച്ച. രണ്ടും അമിതമായാൽ നമുക്ക് നല്ലതല്ല എന്ന് പറഞ്ഞ പോലെ ഒരു ആൺകുട്ടിക്ക് വേണമെങ്കിലും വേണ്ട രീതിയിൽ രോമം വേണം. അമിതമായ രോമവളർച്ച ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന 2 കാര്യം കൊണ്ട് വരാം. ഒന്ന് പുരുഷ ഹോർമോണിന്റെ അളവ് കൂടിയ വരാം. നമ്മൾ പറഞ്ഞു പെൺകുട്ടിക്ക് ടെസ്റ്റോസ്റ്ററോൺ കൂടുന്ന പോലെ ഒരു ആൺകുട്ടിക്ക് പുരുഷ ഹോർമോൺ അഥവാ ടെസ്റ്റോസ്റ്ററോൺ അളവ് അവന്റെ വൃഷ്ണം അഥവാ ടെസ്റ്റിസ് അഥവാ കിഡ്നിയുടെ പുറത്തുള്ള അഡ്രിനലിൽ നിന്ന് കൂടിയാലും അവന് രോമവളർച്ച വരാം. 2 ജനിതകമായും വരാം. ചിലർക്ക് പാരമ്പര്യമായ രോമമുള്ളവരുണ്ട്. ചില അച്ഛൻ അമ്മ അവരുടെ ഫാമിലി രോമം കാണും, ചിലർക്ക് ചെവി രോമം കാണും, മൂക്കിൽ രോമം കാണും, അമിതമായ രോമവളർച്ച കാണും. സോ പ്രായത്തിലും കൂടുതലായിട്ട് രോമവളർച്ച ഒരു ആൺകുട്ടിക്കുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ടത് ജനനേന്ദ്രിയം തന്നെ. ലിംഗത്തിന്റെ വലിപ്പം വൃഷ്ണം നോർമലാണെങ്കിൽ സെക്ഷുവലി നോർമല. എന്നിരുന്നാലും അവന്റെ പുരുഷ ഹോർമോണിന്റെ അളവും തൈറോയിഡും ചെക്ക് ചെയ്യുക. ഹോർമോൺ കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കണോ വേണ്ടോ എന്ന് ഡോക്ടറെ അടുത്ത് നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. ഫസ്റ്റ് ഹോർമോണിന്റെ അളവ് നോക്കി ഏത് അളവുണ്ടെന്ന് നോക്കുക. ഇതിന്റെ വൈസ്
വൈസ് വെർസ ഞാൻ പറയുന്ന കറക്റ്റ് കേൾക്കുക. ഇതിനേക്കാൾ ഉപരി ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്ന രോമവളർച്ച ഇല്ലാത്ത ആണുങ്ങളാണ്. കൂടുതലുള്ളവൻ ഓക്കെ, അറ്റ്ലീസ്റ്റ് രോമമുണ്ട്, ഒരു പൗരുഷത്തിന്റെ ലക്ഷണമുണ്ട്. 25-30 വയസ്സുള്ള പല ചെറുപ്പക്കാരും കല്യാണം പോലും കഴിക്കാതെ കല്യാണം വരുമ്പോൾ കല്യാണം നടക്കാതെ രോമമില്ലാതെ നടക്കുന്നവരുണ്ട്. കാരണം എന്താ, നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ ഫിലിം സ്റ്റാർസിനെ എല്ലാം നമ്മൾ കാണുന്നു, ഒറ്റൊരാൾക്ക് രോമമില്ല, എല്ലാവരും ക്ലീൻ ഷേവ്. പക്ഷേ സൗത്ത് ഇന്ത്യയിലോ കേരളത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ തുടങ്ങിയാൽ രോമമുള്ളതാണ് പൗരുഷത്തിന്റെ ലക്ഷണം. പല കുട്ടികളും പയ്യന്മാർ നമ്മുടെ അടുത്ത് ഡോക്ടറെ കല്യാണത്തിലേക്ക് ചെന്നു, പെണ്ണിന്റെ വീട്ടുകാർ വരുന്നു, കണ്ടിട്ടൊരു പ്രായം തോന്നില്ല, പക്വതയില്ല, പൗരുഷമില്ല, ഇവൻ ഈ പ്രായമൊക്കെ ഉണ്ടോയെന്ന് സംശയമോ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നു. ആലോചന നടക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ആൺകുട്ടി ആൾക്കാർ നോക്കുന്ന മീശയുണ്ടോ താടിയുണ്ടോ, ബോഡിക്ക് മെസ്കുലാരിറ്റി ഉണ്ടോ. മീശയും താടിയും ഇല്ലാത്ത ആൺകുട്ടികൾക്ക് എപ്പോഴും ഒരു പരിധിവരെ അപകർഷാബോധമുണ്ട്. സോ ഒരു ആൺകുട്ടിക്ക് 18 വയസ്സായിട്ടും വേണ്ട രീതിയിൽ മുഖത്തോ നെഞ്ചത്തോ കൈകാലുകളിലോ രോമവളർച്ച ഇല്ലെങ്കിൽ അവനും പോയി അവൻ്റെ പുരുഷ ഹോർമോൺ അഥവാ ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യുക. പുരുഷ ഹോർമോണിന്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്ന ഞാൻ പറഞ്ഞ തലച്ചോറിലെ ഗ്രന്ഥിയായ പിറ്റ്യൂട്ടറിയ. പുരുഷ ഹോർമോണിന്റെ അളവ് ബോഡിയിൽ കുറവുണ്ടെങ്കിൽ അതിന് ഇഞ്ചക്ഷനോ ടാബ്ലറ്റോ ഇപ്പൊ ക്രീമോ അവൈലബിൾ ആണ് ഒരു പരിധിവരെ രോമവളർച്ച ഉണ്ടാക്കാൻ. അത് തേച്ച് രോമവളർച്ച ഉണ്ടാക്കാം. മറിച്ച് 18 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് പൗരുഷപരമായി ഫുൾ വളർച്ചയുണ്ട്. ലിംഗത്തിനും കൈകാലുകൾക്കും മസിലും ദൃഢതയും എല്ലാം ഉണ്ട്. മീശയും താടി മാത്രം രോമവളർച്ച ഇല്ലെങ്കിൽ പുരുഷ ഹോർമോൺ ചെക്ക് ചെയ്തിട്ട് നോർമൽ ആണെങ്കിൽ ഒരു ചികിത്സ എടുക്കരുത്. ഹോർമോണിന്റെ നമ്മൾ അറിയേണ്ട ബേസിക് പ്രിൻസിപ്പിൾ, നമ്മുടെ ബോഡിയിൽ ഹോർമോൺ കുറവുണ്ടെങ്കിൽ അതെടുത്തു, നമ്മുടെ ബോഡിയിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ കുറച്ചോ. പക്ഷെ നോർമലായിട്ട് ഹോർമോൺ ഉണ്ടെങ്കിൽ അത് കൂട്ടാൻ വേണ്ടി മരുന്നെടുത്താൽ സൈഡ് എഫക്റ്റോ ക്യാൻസേഴ്സോ ട്യൂമേഴ്സോ വരും. സോ രോമം കൂടുതലുള്ളവരും പുരുഷ ഹോർമോൺ ചെക്ക് ചെയ്യുക, കുറവുള്ളവരും അത് ചെക്ക് ചെയ്തിട്ട് എന്തുകൊണ്ട് കൂടുന്നു കുറയുന്നു എന്നനുസരിച്ച് അതിനാനുപാതികമായി ട്രീറ്റ്മെന്റ് എടുക്കുക. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, പൊക്കക്കുറവ് പല കുട്ടികളുടെയും ഒരു പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നാണ്? എപ്പോഴും നമുക്കറിയേണ്ടത് കുട്ടികൾക്കും മുതിർന്നവർക്കും 3 വളർച്ചയുള്ളൂ. 1 പൊക്കം, 2 ബുദ്ധി, 3 ക്രമമായ ലൈംഗിക വളർച്ച. അതിൽ പൊക്കത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് ആദ്യം ഞാൻ പറഞ്ഞ ഗ്രോത്ത് ഹോർമോൺ. ബുദ്ധി ഒരു പരിധിവരെ തൈറോയ്ഡ് കൺട്രോൾ ചെയ്യും. ലിംഗവളർച്ചയെ പിറ്റ്യൂട്ടറിയും ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രജനും കൺട്രോൾ ചെയ്യും. അതിൽ പൊക്കം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നാട്ടുകാരുടെ ഇടയിൽ അക്സെപ്റ്റൻസ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മീശ, താടി, പൊക്കം, ലൈംഗികത ഇതെല്ലാം സമൂഹത്തിന് മുമ്പിൽ അപകർഷാബോധമില്ലാതെ ഒരു ആണിനാണോ ഒരു പെണ്ണിന് പെണ്ണോ ആയിട്ട് നിലനിൽക്കാൻ വേണ്ടി വേണം. നമ്മുടെ കേരളത്തിലെ ഒരു ആവറേജ് ആൺകുട്ടിയുടെ പൊക്കം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 170 സെന്റിമീറ്ററും ഒരു ആവറേജ് പെൺകുട്ടിക്ക് 155-നും 160 സെന്റിമീറ്ററിനും ഇടയ്ക്കാണ്. ഒരു ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെ പൊക്കത്തിന്റെ 90% തീരുമാനിക്കപ്പെടുന്ന അച്ഛൻ്റെ അമ്മയുടെയും പൊക്കമാണ്. സോ ഒരു വ്യക്തിക്ക് സപ്പോസ് എനിക്കിപ്പോൾ ഒരു കുട്ടിയുണ്ട്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവൻ മുതിരുമ്പോൾ എത്ര പൊക്കം വെക്കുമെന്ന് അറിയാനൊരു ഫോർമുലയുണ്ട്. അപ്പൻ്റെ അമ്മയുടെയും പൊക്കം എടുക്കുക. സപ്പോസ് ഒരു വ്യക്തിയുടെ അച്ഛനും അമ്മയ്ക്കും 5 അടിയാണ് പൊക്കം. കേൾക്കുന്നവർ കേൾക്കുക, 5 അടി എന്ന് പറഞ്ഞാൽ 150 സെന്റിമീറ്റർ. സോ ഫാദേഴ്സ് ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ പ്ലസ് മദേഴ്സ് ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ എടുക്കുന്ന വെച്ചാൽ 150 സെന്റിമീറ്റർ ആണെങ്കിൽ 5 അടി ആണെങ്കിൽ 150 + 150 ഡിവൈഡഡ് ബൈ 2. അച്ഛൻ്റെ അമ്മയുടെയും ഹൈറ്റ് സെന്റിമീറ്ററിൽ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്യുക. പ്ലസ് 6.5 വരെ ആൺകുട്ടിക്ക് കിട്ടാം, മൈനസ് 6.5 വരെ പെൺകുട്ടിക്ക് കിട്ടാം. റിവേഴ്സ് ഓർഡറിൽ എടുത്താൽ സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിലെ ആണുങ്ങൾക്ക്, കല്യാണം കഴിക്കുന്ന ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാട്ടിലും പൊക്കം കൂടുതലാണ്. സോ ഒരു ആൺകുട്ടി അച്ഛൻ്റെ അത്രയും അല്ലെ അപ്പനെക്കാട്ടിലും വളരണം, പെൺകുട്ടി അമ്മയുടെ അപ്പൻ്റെയും നടുക്ക് വളരണം. സോ പൊക്കം കുറഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്, പണ്ട് ആദ്യമേ ഒരു 10 വയസ്സാകുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോലും ഡോക്ടർ നോക്കിയിട്ട് പറയാം കുഴപ്പമൊന്നുമില്ല, കൊച്ചിന് നന്നായിട്ട് ഭക്ഷണം കൊടുക്കുക, ചീര, മുരിങ്ങയില, പാവയ്ക്ക, ഭക്ഷണങ്ങൾ നന്നായിട്ട് ഒരു 10-16 വയസ്സാകുമ്പോൾ പിള്ളേർക്ക് പൊക്കം വെക്കും. പിന്നെ പൊക്കം വെച്ചില്ല എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറയും. ഇപ്പം അതല്ല സിറ്റുവേഷൻ. ഇപ്പം നമുക്കറിയാം 90% പെൺകുട്ടികൾക്കും പൊക്കം വെക്കുന്നത് 14 വയസ്സിന് മുന്നേ, 90% ആൺകുട്ടികൾക്ക് കൗമാരം കാരണം പൊക്കം വെക്കുന്ന 16 വയസ്സിന് മുന്നെയാണ്. സോ ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ വേണ്ട രീതിയിൽ പൊക്കമില്ല. ഒരു അപ്പനും അമ്മയും തോന്നുന്നു ഈ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ കുട്ടികൾക്ക് പൊക്കം കുറവാണ്, അല്ലെ ഞങ്ങൾക്ക് ഈ പ്രായത്തിലുണ്ടതിനെക്കാട്ടിലും എൻ്റെ മക്കൾക്ക് പൊക്കം കുറയുന്നു, അല്ലെ മൂത്ത കുട്ടി വളരുന്നു, ഇളയ കുട്ടി വേണ്ട രീതിയിൽ വളരുന്നില്ല. ഈ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെയ്യുന്ന ഡോക്ടറെ എന്താ എൻ്റെ കൊച്ചിന് പൊക്കം വെക്കാത്ത, ഇവന് കൗമാരമാകുമ്പോൾ തന്നെ പൊക്കം വെക്കുന്ന ഡിലേഡ് പിബേർട്ടി ആണോ, അതോ ഇവൻ്റെ ശരീരത്തിലെ തൈറോയിഡോ കാൽസ്യമോ ഗ്രോത്ത് ഹോർമോണോ കുറവാണെന്ന് നോക്കുക. എന്നിട്ട് ഡോക്ടർ പറയുക കുഴപ്പമില്ല, ഇത് ഭക്ഷണം കൊടുത്താൽ മതി, 16 വയസ്സിൽ തന്നെ വെക്കും, ഓക്കെ ഡോക്ടറെ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് പോവുക. ആദ്യമേ ഡോക്ടർ പറയുന്നില്ല ഇത് പൊക്കത്തിൻ്റെ ഹോർമോണിൻ്റെ കുറവാണെന്ന് പറഞ്ഞാൽ ആദ്യമേ കാൽസ്യമോ വൈറ്റമിൻ ഡിയോ തൈറോയിഡോ കൂടെ ഗ്രോത്ത് ഹോർമോണോ ചെക്ക് ചെയ്ത് ചികിത്സ എടുക്കുക. എന്ന് വെച്ചാൽ ലിംഗത്തിന് വലിപ്പം ഏത് പ്രായത്തിലും കൂട്ടാം, വണ്ണം ഒരു പരിധിവരെ ഏത് പ്രായത്തിലും കുറയ്ക്കാം, ബുദ്ധി വരെ തൈറോയിഡ് വെച്ച് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം. പക്ഷെ പൊക്കം പെൺകുട്ടിക്ക് 14 വയസ്സും ആൺകുട്ടിക്ക് 16 വയസ്സും കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ പൊക്കത്തിന് 1 കോടി രൂപ മുടക്കാൻ വരെ ആൾക്കാരുണ്ട്. പക്ഷെ 1 സെന്റിമീറ്റർ പൊക്കം പോലും ലഭിക്കുകയില്ല. സോ പൊക്കം വെക്കുന്ന പ്രായത്തിൽ എന്തുകൊണ്ട് പൊക്കം വെച്ചില്ല എന്ന് പറഞ്ഞ് ആദ്യമേ ട്രീറ്റ്മെന്റ് എടുക്കുക. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ചേലാമ്പ്രന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, പിന്നെ എനിക്ക് എന്റെ ഒരു മകളുണ്ട്, 9ാം ക്ലാസ് പഠിക്കാണ്. പിന്നെ ഭയങ്കര ബോഡി വെയിറ്റ് ആണ്. ഇപ്പൊ പിന്നെ 60 കിലോ വെയിറ്റ് ഉണ്ട്. എത്ര? 65 68 കിലോ വെയിറ്റ് ഉണ്ട്. എത്ര സെന്റിമീറ്റർ പൊക്കം ഉണ്ട്? പക്ഷേ
156 ഉണ്ട്. മാസമുറ ആരംഭിച്ച് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ? മാസമുറ ഉണ്ട്. അമ്മയ്ക്കും അച്ഛനും വേണ്ട രീതിയിൽ പൊക്കം ഉണ്ടോ, വെയിറ്റ് ഉണ്ടോ? പൊക്കവും വെയിറ്റും ഉണ്ടോ? അമ്മയ്ക്കും അച്ഛനും വേണ്ടതിനെക്കാട്ടിലും വെയിറ്റ് കുട്ടിക്കുണ്ടോ? എനിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഹൈറ്റ് ഉള്ള ആളാണ് ഞാൻ. ജസ്റ്റ് 6 അടിന്റെ അടുത്തുണ്ട്. കുട്ടിക്ക് ഞാൻ ചോദിക്കുന്ന ഒരു പോയിന്റ് കൂടെ കറക്റ്റ് ചെയ്യേക്ക്. ചില അച്ഛനമ്മയും പറയും ഡോക്ടറെ വെയിറ്റ് ഇല്ലായിരുന്നു, ഇപ്പൊ 2 വർഷം കൊണ്ട് മെൻസസ് വന്നിട്ട് വെയിറ്റ് വെച്ചേ ഉള്ളൂ എന്ന് പറയും. ചിലർ പറയും ഇല്ല ഡോക്ടറെ 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ തൊട്ട് ഉരുണ്ട ശരീരമാണ്, പിന്നെ വണ്ണം കുറയുന്നില്ല എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് പണ്ട് തൊട്ടേ തടിയുള്ള ശരീരപ്രകൃതിയാണോ ഇപ്പൊ പെട്ടെന്ന് വെച്ചതാണോ? ഇപ്പൊ ഒരു 4-5 വർഷമായിട്ടാണ് ഈ തടി. 5 വർഷം കൊണ്ട് വെച്ചതാ. ഫൈൻ. ഇനി ഞാൻ പറയുന്ന കറക്റ്റായിട്ട് തടിയുള്ള സാധാരണക്കാരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജസ്റ്റ് കേൾക്കുക. ഒരു വ്യക്തിക്ക് തടിയുണ്ടെന്ന് എങ്ങനെ അറിയുന്നു? അതാണ് പൊക്കത്തിന് ആനുപാതികമായി തടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെഷറിന്റെ പേരാണ് ബോഡി മാസ് ഇൻഡെക്സ്. സപ്പോസ് ഒരു വ്യക്തിയുടെ പൊക്കം 150 സെന്റിമീറ്റർ. 150 സെന്റിമീറ്ററിന് മാക്സിമം എത്ര തൂക്കം വേണം? ഇറ്റ് ഷുഡ് ബി ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ -100 എന്ന് വെച്ചാൽ 150 - 100 50 കിലോ ആണ് പൊക്കത്തിനനുസരിച്ച് മാക്സിമം. സോ ഈ കുട്ടിയുടെ പൊക്കം നമ്മുടെ അടുത്ത് പറഞ്ഞ അനുസരിച്ച് 160 165 -100 മാക്സിമം വേണ്ടത് 60-65 കിലോ. അതിലും ഉണ്ടെങ്കിൽ അമിതവണ്ണമുണ്ട്. സോ വേണ്ടതിലും കൂടുതൽ വണ്ണമുള്ള ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട 2 കാര്യമാണ്. 90% പേർക്കും വ്യായാമക്കുറവും ക്രമം തെറ്റിയ ജീവിതചര്യയും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് അത്രയ്ക്ക് ചെലവാക്കുന്നില്ല അതുകൊണ്ട് വണ്ണം വെക്കുന്ന 10% പേർക്ക് ഹോർമോണിന്റെ ചേഞ്ച് കൊണ്ടും വണ്ണം വെക്കാം. സോ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ഭക്ഷണം കഴിക്കുന്നത് കുറവാണ്, പക്ഷെ അതിലും കൂടുതൽ വണ്ണം വെക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വണ്ണം വെക്കുന്നു? കഴിക്കുന്നുണ്ട് പക്ഷേ അത്രയും ബോഡി ദഹിച്ചു പോകുന്നില്ലേ എന്ന് അറിയാൻ വേണ്ടി 2 ഹോർമോണിന്റെ അളവ് നോക്കുക. ഒന്ന് തൈറോയിഡും 2 കോർട്ടിസോളും. പക്ഷേ 10% പേർക്ക് മാത്രമേ ഹോർമോണിന്റെ ചേഞ്ച് കൊണ്ട് തടി വെക്കൂ. സോ ഹോർമോണിന്റെ ചേഞ്ച് തൈറോയിഡിന്റെയോ കോർട്ടിസോളിന്റെയോ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെയോ കുഴപ്പമുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുക. പക്ഷേ ഹോർമോൺസ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ വ്യായാമം നന്നായിട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് തടി വെക്കുന്നത് മാസമുറ ആരംഭിച്ചതിന് ശേഷമാണ്. പല പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ നമ്മുടെ 10 വയസ്സ് ഡോക്ടറെ കൊച്ചിന് തടിയില്ലല്ലോ, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു വരും. മെൻസസ് 12 വയസ്സ് ആരംഭിച്ച് 16-18 വയസ്സാകുമ്പോൾ ഡോക്ടറെ കൊച്ചിന് ഭയങ്കര വിശപ്പ, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കും, ഒരു വ്യായാമവും ഇല്ല, ഭക്ഷണം കുറയ്ക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ദേഷ്യം ഇറിറ്റേഷനൊക്കെ പെടും. ഇത് ഹോർമോണിന്റെ ആണെന്ന് അറിയാൻ വരുന്നു. സോ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒരു ഹോർമോൺ ചികിത്സയില്ല. ഹോർമോൺ തകരാറായ തൈറോയിഡോ കോർട്ടിസോളോ പിറ്റ്യൂട്ടറിയോ കൊണ്ടാണ് വെയിറ്റ് വെച്ചെങ്കിൽ അതിന്റെ ചികിത്സ എടുക്കുക. അല്ലെങ്കിൽ വ്യായാമവും ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുക. വെയിറ്റ് കുറയ്ക്കാൻ മരുന്നുണ്ടോ ഇല്ലയോ എന്ന് പലരും ചോദിക്കും. 18 വയസ്സിന് ശേഷം ചില മരുന്നുകൾ ഓർലിസ്റ്റാറ്റ് അല്ലെങ്കിൽ ടോപ്പിറമേറ്റ് ബിപ്രപ്പിയോൺ ചില മരുന്നുകൾ അപ്രൂവ്ഡ്. പക്ഷേ 18 വയസ്സിന് താഴെ വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു മരുന്നും അപ്രൂവ്ഡ് അല്ല. മെജോറിറ്റി മരുന്നുകളും കുട്ടികളിൽ സൈക്കാട്രിക്ക് അല്ലെങ്കിൽ ഹാർട്ടിന് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. സോ ഫുഡ് കൺട്രോൾ ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, മുതിർന്നവരിൽ ഇപ്പോൾ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് തൈറോയിഡ് ഡിസോർഡേഴ്സ്. ഇതുപോലെ കുട്ടികൾക്കും തൈറോയിഡ് ഡിസോർഡേഴ്സ് സാധാരണമാണോ? നമുക്കറിയാം തൈറോയിഡിന് 2 തരത്തിലുള്ള അസുഖങ്ങളാണ്. ഒന്ന് തൈറോയിഡിന്റെ മുഴ അഥവാ ഗോയിറ്റർ, 2 ബ്ലഡിലെ ചേഞ്ച്. പണ്ട് 90% കുട്ടികളിലും നമ്മൾ കാണപ്പെടുന്നത് തൈറോയിഡിന്റെ മുഴ അഥവാ ഗോയിറ്റർ ആയിരുന്നു. ഇപ്പോൾ 10% പേരിലെ മുഴയുള്ളൂ. 90% പേർക്കും ബ്ലഡിലെ TSH T3 T4 TSH ഹോർമോണിന്റെ വേരിയേഷന്. ഇതിൽ തൈറോയിഡിന്റെ ഹോർമോൺ കുറയുന്നതാണ് നമ്മൾ പ്രധാനമായി കാണുന്നത്. അതിന്റെ പേരാണ് ഹൈപ്പോ തൈറോയിഡിസം, കൂടുന്നത് ഹൈപ്പർ തൈറോയിഡിസം. സോ മുതിർന്നവരുടെ ലക്ഷണങ്ങളും കുട്ടികളുടെ ലക്ഷണങ്ങളും വ്യത്യസ്തമുണ്ട്. കുട്ടികൾക്ക് തൈറോയിഡിന്റെ ഹോർമോൺ കുറയുമ്പോൾ ചില കുട്ടികൾക്ക് ക്ഷീണം, തളർച്ച, അമിതമായ വണ്ണം, വളർച്ചക്കുറവ്, പഠിത്തത്തിൽ ശുഷ്കാന്തി ഇല്ലായ്മ, മലബന്ധനം അല്ലെ തലമുടി പൊഴിച്ചൽ പല പല ലക്ഷണങ്ങൾ കാണും. പെൺകുട്ടികൾക്കാണെങ്കിൽ ചിലക്ക് ആർത്തവം ആരംഭിക്കുന്ന ലേറ്റ് ആവാം, മെൻസ്ട്രൽ ഡിസ്റ്റർബൻസ് കാണാം. അതേപോലെ സ്ഥിരം നമ്മുടെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഡോക്ടർ എന്തുകൊണ്ട് തൈറോയിഡ് ഇപ്പം ഇത്ര കോമൺ ആയിട്ട് കാണുന്നു? ഇപ്പം പണ്ടത്തെ പോലെ അയഡിൻ്റെ കുറവോ കപ്പയോ ക്യാബേജോ കോളിഫ്ലവറോ അതുകൊണ്ടുണ്ടാകുന്ന തൈറോയിഡിൻ്റെ മുഴകൾ അത്ര കോമൺ അല്ല. 90% പേർക്കും തൈറോയിഡ് അസുഖം ഉണ്ടാകുന്ന ജനിതകമായി തൈറോയിഡ് ആൻറ്റിബോഡി കൊണ്ടുണ്ടാകുന്നത്. എന്ന് വെച്ചാൽ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ കുടുംബത്തിൽ ആർക്കെങ്കിലും തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ കുട്ടികളുടെയും കൂടെ തൈറോയിഡ് ചെക്ക് ചെയ്യണം. അതിനെപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് TSH മാത്രമല്ല, നമ്മളൊരു ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്ന പോലെയാണ് TSH. ഇന്ന് ഷുഗർ കഴിക്കുമ്പോൾ 80 ആണ്, നാളെ ചിലപ്പോൾ 250 ആയിരിക്കും, മറ്റന്നാൾ 40 ആവാം. സോ അതേപോലെ TSH ചെക്ക് ചെയ്യുമ്പോൾ ഡെയിലി വേരിയേഷൻ വരാം. തൈറോയിഡിനൊപ്പം ചെക്ക് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരാണ് ആന്റിബോഡി. അപ്പനോ അമ്മയ്ക്കോ തൈറോയിഡ് അസുഖമുണ്ട്, കുട്ടിക്ക് തൈറോയിഡും ആന്റിബോഡിയും രണ്ടും ചെക്ക് ചെയ്ത് നോർമൽ ആണെങ്കിൽ തൈറോയിഡ് ഇല്ലെന്ന് കരുതാം. TSH ചെക്ക് ചെയ്യുന്ന നോർമൽ, ആന്റിബോഡി ഉണ്ടെങ്കിൽ കുട്ടിക്ക് വർഷത്തൊരിക്കൽ തൈറോയിഡ് ചെക്ക് ചെയ്ത് വരുന്നോ ഇല്ലയോ എന്ന് നോക്കണം. എന്ന് വെച്ചാൽ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട, മുഴകൾ 10% പേർക്കും ബ്ലഡിലെ ചേഞ്ച് 90% പേർക്കും ഉണ്ട്. തൈറോയിഡ് സംബന്ധമായ എന്തെങ്കിലും ലക്ഷണം കുട്ടിക്കുണ്ടെങ്കിലോ അല്ലെങ്കിൽ പാരമ്പര്യമായി തൈറോയിഡ് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിലോ ബ്ലഡിലെ തൈറോയിഡും ആന്റിബോഡിയും ചെക്ക് ചെയ്ത്
ആ ബ്ലഡിലെ വേരിയേഷൻ ഉണ്ടെങ്കിൽ ആദ്യമേ മരുന്ന് കഴിക്കുക. ഒരു കാര്യം കൂടെ പറയുന്നത്, ജന്മനാ കുട്ടികൾക്ക് കാണപ്പെടുന്ന ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്, അതിൻ്റെ പേരാണ് കൺജെനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം. പണ്ട് നമ്മൾ പിത്തം എന്ന് പറയും, എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വളർച്ച മുരടിക്കുന്നു, അമിതമായി വണ്ണം വരുന്നു. ഇത് 3000 കുട്ടിക്ക് ജനിക്കുമ്പോഴേ കാണപ്പെടാം. അതുകൊണ്ടാണ് ഇപ്പോൾ ജനിച്ച 3 ദിവസത്തിനുള്ളിൽ എല്ലാ കുട്ടികളുടെയും TSH ചെക്ക് ചെയ്യണമെന്ന് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മാൻഡേറ്ററി ആയിട്ട് വെച്ചിരിക്കുന്നു. തൽഫലമായി ജനിക്കുമ്പോഴേ തൈറോയിഡ് അസുഖങ്ങളുള്ള കുട്ടികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ 3 വയസ്സാകുമ്പോൾ ടോട്ടലി നോർമൽ ആവാനും ബുദ്ധി വളർച്ചയും നോർമൽ ആക്കപ്പെടാനും സാധിക്കും. ഡോക്ടർ പറഞ്ഞല്ലോ ബുദ്ധി വളർച്ചയും തൈറോയിഡ് ഗ്രന്ഥി അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺസും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പഠന വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് ഇത് ചെക്ക് ചെയ്തേണ്ടത് ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, തൈറോയിഡിന്റെ അസുഖം 3 വയസ്സിന് മുമ്പ് ഒരു വ്യക്തിക്ക് തൈറോയിഡിന്റെ അസുഖം ഉണ്ടെങ്കിൽ അത് ബുദ്ധി വളർച്ചയെ ബാധിക്കാം. 3 വയസ്സിന് ശേഷം തൈറോയിഡിന്റെ അസുഖം ഉണ്ടെങ്കിൽ ബുദ്ധി വളർച്ചയെ ബാധിക്കത്തില്ല, അത് ശരീരത്തിന്റെ പൊക്കത്തിനെയും ലൈംഗിക വളർച്ചയും ഒരു പരിധിവരെ വണ്ണത്തെയും ബാധിക്കാം. അപ്പോൾ ചില ആൾക്കാർ വന്നു പറയും 30 വയസ്സിൽ തൈറോയിഡ് കണ്ട് ഡോക്ടർ, തൈറോയിഡ് വന്നപ്പോൾ തൊട്ട് ക്ഷീണമാ, പഠിത്തം ശരിയായിട്ടില്ല. ഒരിക്കലും ശരിയല്ല. അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമാന്ദ്യമല്ല, പഠിക്കുന്നതും സ്ലോ ആവും. പക്ഷെ തിരിച്ച് ജന്മനാ തൈറോയിഡ് ഹോർമോണിന്റെ കുറവുണ്ട്, അതാണ് കൺജെനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം. ജനിച്ച 2 ആഴ്ച കഴിഞ്ഞ് ഒരു കൊച്ചിന് മഞ്ഞപ്പിത്തം വരുന്നു, അല്ലെങ്കിൽ മലബന്ധനം വരുന്നു, ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ തൈറോയിഡ് ഹൈ. ആ കുട്ടിക്ക് ഫസ്റ്റ് 3 വയസ്സ് വരെ എല്ലാ 3 മാസവും TSH ചെക്ക് ചെയ്ത് തൈറോയിഡിന്റെ കറക്റ്റായിട്ട് ഡോസ് കൊടുത്തില്ലെങ്കിൽ IQ അഥവാ ആ കൊച്ചിന്റെ പഠിത്തത്തിന്റെ ഔട്ട്കം ലോ ആവാൻ ചാൻസ് ഉണ്ട്. സോ 3 വയസ്സിന് മുമ്പ് തൈറോയിഡ് ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 3 വയസ്സിന് ശേഷമുള്ള തൈറോയിഡ് ബുദ്ധിയെ അധികം ബാധിക്കത്തില്ല, ശരീരത്തിന്റെ ലൈംഗികവും വണ്ണത്തിന്റെ വളർച്ചയെ ബാധിക്കത്തുള്ളൂ. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിന്റെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് അവസാനിക്കുന്നു. ഡോക്ടർ ലൈവ് ഇനി നാളെ ഉച്ചയ്ക്ക് 2:30. നന്ദി. ഡോക്ടർ, പൊക്കക്കുറവ് പല കുട്ടികളുടെയും ഒരു പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നാണ്? എപ്പോഴും നമുക്കറിയേണ്ടത്, കുട്ടികൾക്കും മുതിർന്നവർക്കും 3 വളർച്ചയുള്ളൂ. 1 പൊക്കം, 2 ബുദ്ധി, 3 ക്രമമായ ലൈംഗിക വളർച്ച. അതിൽ പൊക്കത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് ആദ്യം ഞാൻ പറഞ്ഞ ഗ്രോത്ത് ഹോർമോൺ. ബുദ്ധി ഒരു പരിധിവരെ തൈറോയിഡ് കൺട്രോൾ ചെയ്യും. ലിംഗവളർച്ചയെ പിറ്റ്യൂട്ടറിയും ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രജനും കൺട്രോൾ ചെയ്യും. അതിൽ പൊക്കം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നാട്ടുകാരുടെ ഇടയിൽ അക്സെപ്റ്റൻസ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മീശ, താടി, പൊക്കം, ലൈംഗികത, ഇതെല്ലാം സമൂഹത്തിന് മുമ്പിൽ അപകർഷബോധമില്ല, അതൊരു ആണിനാണോ ഒരു പെണ്ണിന് പെണ്ണോ ആയിട്ട് നിലനിൽക്കാൻ വേണ്ടി വേണം. നമ്മുടെ കേരളത്തിലെ ഒരു ആവറേജ് ആൺകുട്ടിയുടെ പൊക്കം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 170 സെൻറ്റിമീറ്ററും ഒരു ആവറേജ് പെൺകുട്ടിക്ക് 155-നും 160 സെൻറ്റിമീറ്ററിനും ഇടയ്ക്കാം. ഒരു ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെ പൊക്കത്തിൻ്റെ 90% തീരുമാനിക്കപ്പെടുന്ന അച്ഛൻ്റെ അമ്മയുടെയും പൊക്കമാണ്. സോ ഒരു വ്യക്തിക്ക്, സപ്പോസ് എനിക്കിപ്പോൾ ഒരു കുട്ടിയുണ്ട്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവൻ മുതിരുമ്പോൾ എത്ര പൊക്കം വെക്കുമെന്ന് അറിയാനൊരു ഫോർമുലയുണ്ട്. അപ്പൻ്റെ അമ്മയുടെയും പൊക്കം എടുക്കുക. സപ്പോസ് ഒരു വ്യക്തിയുടെ അച്ഛനും അമ്മയ്ക്കും 5 അടിയാണ് പൊക്കം, കേൾക്കുന്നവർ കേൾക്കുക, 5 അടി എന്ന് പറഞ്ഞാൽ 150 സെൻറ്റിമീറ്റർ. സോ ഫാദേഴ്സ് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ പ്ലസ് മദേഴ്സ് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ എടുക്കുന്നത് വെച്ചാൽ 150 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 5 അടി ആണെങ്കിൽ 150 + 150 ഡിവൈഡഡ് ബൈ 2. അച്ഛൻ്റെ അമ്മയുടെയും ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്യുക. പ്ലസ് 6.5 വരെ ആൺകുട്ടിക്ക് കിട്ടാം, മൈനസ് 6.5 വരെ പെൺകുട്ടിക്ക് കിട്ടാം. റിവേഴ്സ് ഓർഡറിൽ എടുത്താൽ സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിലെ ആണുങ്ങൾക്ക്, കല്യാണം കഴിക്കുന്ന ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാട്ടിലും പൊക്കം കൂടുതലാണ്. സോ ഒരു ആൺകുട്ടി അച്ഛൻ്റെ അത്രയും അല്ലെങ്കിൽ അപ്പനെക്കാട്ടിലും വളരണം, പെൺകുട്ടി അമ്മയുടെ അപ്പൻ്റെയും നടുക്ക് വളരണം. സോ പൊക്കം കുറഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്, പണ്ട് ആദ്യമേ ഒരു 10 വയസ്സാകുമ്പോൾ ഡോക്ടറിനടുത്ത് പോലും ഡോക്ടർ നോക്കിയിട്ട് പറയാം കുഴപ്പമൊന്നുമില്ല, കൊച്ചിന് നന്നായിട്ട് ഭക്ഷണം കൊടുക്കുക, ചീര, മുരിങ്ങയില, പാവയ്ക്ക, ഭക്ഷണങ്ങൾ നന്നായിട്ട്. ഒരു 10-16 വയസ്സാകുമ്പോൾ പിള്ളേർക്ക് പൊക്കം വെക്കും, പിന്നെ പൊക്കം വെച്ചില്ല എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറയും. ഇപ്പോൾ അതല്ല സിറ്റുവേഷൻ. ഇപ്പം നമുക്കറിയാം 90% പെൺകുട്ടികൾക്കും പൊക്കം വെക്കുന്നത് 14 വയസ്സിന് മുന്നേ, 90% ആൺകുട്ടികൾക്ക് കൗമാരം കാരണം പൊക്കം വെക്കുന്ന 16 വയസ്സിന് മുന്നേ. സോ ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ വേണ്ട രീതിയിൽ പൊക്കമില്ല. ഒരു അപ്പനും അമ്മയും തോന്നുന്നു ഈ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ കുട്ടികൾക്ക് പൊക്കം കുറവാണ്, അല്ലെ ഞങ്ങൾക്ക് ഈ പ്രായത്തിലുണ്ടതിനേക്കാട്ടിലും എൻ്റെ മക്കൾക്ക് പൊക്കം കുറയുന്നു, അല്ലെ മൂത്ത കുട്ടി വളരുന്നു, ഇളയ കുട്ടി വേണ്ട രീതിയിൽ വളരുന്നില്ല. ഈ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെയ്യുന്ന, ഡോക്ടറെ എന്താ എൻ്റെ കൊച്ചിന് പൊക്കം വയ്ക്കാത്ത, ഇവന് കൗമാരമാകുമ്പോൾ തന്നെ പൊക്കം വയ്ക്കുന്ന ഡിലേഡ് പിബേർട്ടി ആണോ, അതോ ഇവൻ്റെ ശരീരത്തിലെ തൈറോയിഡോ കാൽസ്യമോ ഗ്രോത്ത് ഹോർമോണോ കുറവാണെന്ന് നോക്കുക. എന്നിട്ട് ഡോക്ടർ പറയുക കുഴപ്പമില്ല, ഇത് ഭക്ഷണം കൊടുത്താൽ മതി, 16 വയസ്സിൽ തന്നെ വെക്കും, ഓക്കെ ഡോക്ടറെ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് പോവുക. ആദ്യമേ ഡോക്ടർ പറയുന്നില്ല ഇത് പൊക്കത്തിൻ്റെ ഹോർമോണിൻ്റെ കുറവാണെന്ന് പറഞ്ഞാൽ ആദ്യമേ കാൽസ്യമോ വൈറ്റമിൻ ഡിയോ തൈറോയിഡോ കൂടെ ഗ്രോത്ത് ഹോർമോണോ ചെക്ക് ചെയ്ത് ചികിത്സ എടുക്കുക. എന്ന് വെച്ചാൽ ലിംഗത്തിന് വലിപ്പം ഏത് പ്രായത്തിലും കൂട്ടാം, വണ്ണം ഒരു പരിധിവരെ ഏത് പ്രായത്തിലും കുറയ്ക്കാം, ബുദ്ധി വരെ തൈറോയിഡ് വെച്ച് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം. പക്ഷെ പൊക്കം പെൺകുട്ടിക്ക് 14 വയസ്സും ആൺകുട്ടിക്ക് 16 വയസ്സും കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ പൊക്കത്തിന് 1 കോടി രൂപ മുടക്കാൻ വരെ ആൾക്കാരുണ്ട്. പക്ഷേ 1 സെൻറ്റിമീറ്റർ പൊക്കം പോലും ലഭിക്കുകയില്ല. സോ പൊക്കം വെക്കുന്ന പ്രായത്തിൽ എന്തുകൊണ്ട് പൊക്കം വെച്ചില്ല എന്നറിഞ്ഞ് ആദ്യമേ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ചേലാമ്പ്രന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, പിന്നെ എനിക്ക് എൻ്റെ ഒരു മകളുണ്ട്, 9ാം ക്ലാസ് പഠിക്കാണ്. പിന്നെ ഭയങ്കര ബോഡി വെയിറ്റ് ആണ്. ഇപ്പം 60 കിലോ വെയിറ്റ് ഉണ്ട്. എത്ര? 65? 68 കിലോ വെയിറ്റ് ഉണ്ട്. എത്ര സെന്റിമീറ്റർ പൊക്കം ഉണ്ട്? പക്ഷേ 186 ഉണ്ട്. മാസമുറ ആരംഭിച്ച് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ? മാസമുറ കുഴപ്പമില്ലാത്ത രീതിയിൽ
ഉണ്ട്. അമ്മയ്ക്കും അച്ഛനും വേണ്ട രീതിയിൽ പൊക്കം ഉണ്ടോ, വെയിറ്റ് ഉണ്ടോ, പൊക്കവും വെയിറ്റും ഉണ്ടോ? അമ്മയ്ക്കും അച്ഛനും വേണ്ടതിനെക്കാട്ടിലും വെയിറ്റ് കുട്ടിക്കുണ്ടോ? എനിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഹൈറ്റ് ഉള്ള ആളാണ് ഞാൻ. ജസ്റ്റ് 6 അടി അടുത്തുണ്ട്. കുട്ടിക്ക് ഞാൻ ചോദിക്കുന്ന ഒരു പോയിന്റ് കൂടെ കറക്റ്റ് ചെയ്യേക്ക്. ചില അച്ഛനമ്മയും പറയും ഡോക്ടറെ വെയിറ്റ് ഇല്ലായിരുന്നു, ഇപ്പം 2 വർഷം കൊണ്ട് മെൻസസ് വന്നിട്ട് വെയിറ്റ് വെച്ചേ ഉള്ളൂ എന്ന് പറയും. ചിലർ പറയും ഇല്ല ഡോക്ടറെ 1-ാം ക്ലാസ്സോ 2-ാം ക്ലാസ്സോ തൊട്ട് ഉരുണ്ട ശരീരമാണ്, പിന്നെ വണ്ണം കുറയുന്നില്ല എന്ന് പറയാം. അപ്പം ഞാൻ ചോദിക്കുന്നത് പണ്ട് തൊട്ടേ തടിയുള്ള ശരീരപ്രകൃതിയാണോ ഇപ്പം പെട്ടെന്ന് വെച്ചതാണോ? ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടാണ് ഈ തടി. 5 വർഷം കൊണ്ട് വെച്ചതാ. ഫൈൻ. ഇനി ഞാൻ പറയുന്ന കറക്റ്റായിട്ട് തടിയുള്ള സാധാരണക്കാരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജസ്റ്റ് കേൾക്കുക. ഒരു വ്യക്തിക്ക് തടിയുണ്ടെന്ന് എങ്ങനെ അറിയുന്നു? അതാണ് പൊക്കത്തിന് ആനുപാതികമായി തടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെഷറിൻ്റെ പേരാണ് ബോഡി മാസ് ഇൻഡെക്സ്. സപ്പോസ് ഒരു വ്യക്തിയുടെ പൊക്കം 150 സെൻറ്റിമീറ്റർ. 150 സെൻറ്റിമീറ്ററിന് മാക്സിമം എത്ര തൂക്കം വേണം? ഇറ്റ് ഷുഡ് ബി ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ -100 എന്ന് വെച്ചാൽ 150 - 100 50 കിലോ ആണ് പൊക്കത്തിനനുസരിച്ച് മാക്സിമം. സോ ഈ കുട്ടിയുടെ പൊക്കം നമ്മുടെ അടുത്ത് പറഞ്ഞനുസരിച്ച് 160 165 -100 മാക്സിമം വേണ്ടത് 60-65 കിലോ. അതിലും ഉണ്ടെങ്കിൽ അമിതവണ്ണമുണ്ട്. സോ വേണ്ടതിലും കൂടുതൽ വണ്ണമുള്ള ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട 2 കാര്യമാണ്. 90% പേർക്കും വ്യായാമക്കുറവും ക്രമം തെറ്റി ജീവിതചര്യയും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് അത്രയ്ക്ക് ചിലവാക്കുന്നില്ല അതുകൊണ്ട് വണ്ണം വെക്കുന്ന 10% പേർക്ക് ഹോർമോണിൻ്റെ ചേഞ്ച് കൊണ്ടും വണ്ണം വെക്കാം. സോ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ഭക്ഷണം കഴിക്കുന്നത് കുറവാണ്, പക്ഷേ അതിലും കൂടുതൽ വണ്ണം വെക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വണ്ണം വെക്കുന്നു? കഴിക്കുന്നുണ്ട് പക്ഷേ അത്രയും ബോഡി ദഹിച്ചു പോകുന്നില്ലേ എന്നറിയാൻ വേണ്ടി 2 ഹോർമോണിൻ്റെ അളവ് നോക്കുക. ഒന്ന് തൈറോയിഡും 2 കോർട്ടിസോളും. പക്ഷേ 10% പേർക്ക് മാത്രമേ ഹോർമോണിൻ്റെ ചേഞ്ച് കൊണ്ട് തടി വെക്കൂ. സോ ഹോർമോണിൻ്റെ ചേഞ്ച് തൈറോയിഡിൻ്റെയോ കോർട്ടിസോളിൻ്റെയോ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെയോ കുഴപ്പമുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുക. പക്ഷേ ഹോർമോൺസ് നോർമലാണെന്നുണ്ടെങ്കിൽ വ്യായാമം നന്നായിട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് തടി വെക്കുന്നത് മാസം മുറ ആരംഭിച്ചതിന് ശേഷമാണ്. പല പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ നമ്മുടെ 10 വയസ്സ് മുതൽ ഡോക്ടറെ കൊച്ചിന് തടിയില്ലല്ലോ, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു വരും. മെൻസസ് 12 വയസ്സ് ആരംഭിച്ച് 16-18 വയസ്സാകുമ്പോൾ ഡോക്ടറെ കൊച്ചിന് ഭയങ്കര വിശപ്പാണ്, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കും, ഒരു വ്യായാമവും ഇല്ല, ഭക്ഷണം കുറയ്ക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ദേഷ്യം ഇറിറ്റേഷനൊക്കെ പെടും. ഇത് ഹോർമോണിൻ്റെ ആണെന്ന് അറിയാൻ വരുന്നു. സോ വെയിറ്റ് കുറയ്ക്കാനായിട്ടൊരു ഹോർമോൺ ചികിത്സയില്ല. ഹോർമോൺ തകരാറായ തൈറോയിഡോ കോർട്ടിസോളോ പിറ്റ്യൂട്ടറിയോ കൊണ്ടാണ് വെയിറ്റ് വെച്ചെങ്കിൽ അതിൻ്റെ ചികിത്സ എടുക്കുക. അല്ലെങ്കിൽ വ്യായാമവും ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുക. വെയിറ്റ് കുറയ്ക്കാൻ മരുന്നുണ്ടോ ഇല്ലയോ എന്ന് പലരും ചോദിക്കും. 18 വയസ്സിന് ശേഷം ചില മരുന്നുകൾ ഓർലിസ്റ്റാറ്റ് അല്ലെങ്കിൽ ടോപ്പിറമേറ്റ് ബിപ്രപ്പിയോൺ ചില മരുന്നുകൾ അപ്രൂവ്ഡാണ്. പക്ഷേ 18 വയസ്സിന് താഴെ വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു മരുന്നും അപ്രൂവ്ഡ് അല്ല. മെജോറിറ്റി മരുന്നുകളും കുട്ടികളിൽ സൈക്കാട്രിക്ക് അല്ലെങ്കിൽ ഹാർട്ടിന് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. സോ ഫുഡ് കൺട്രോൾ ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, മുതിർന്നവരിൽ ഇപ്പോൾ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് തൈറോയിഡ് ഡിസോർഡേഴ്സ്. ഇതുപോലെ കുട്ടികൾക്കും തൈറോയിഡ് ഡിസോർഡേഴ്സ് സാധാരണമാണോ? നമുക്കറിയാം തൈറോയിഡിന് 2 തരത്തിലുള്ള അസുഖങ്ങളാണ്. ഒന്ന് തൈറോയിഡിൻ്റെ മുഴ അഥവാ ഗോയിറ്റർ, 2 ബ്ലഡിലെ ചേഞ്ച്. പണ്ട് 90% കുട്ടികളിലും നമ്മൾ കാണപ്പെടുന്നത് തൈറോയിഡിൻ്റെ മുഴ അഥവാ ഗോയിറ്റർ ആയിരുന്നു. ഇപ്പോൾ 10% പേരിലെ മുഴയുള്ളൂ. 90% പേർക്കും ബ്ലഡിലെ TSH T3 T4 TSH ഹോർമോണിൻ്റെ വേരിയേഷന്. ഇതിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കുറയുന്നതാണ് നമ്മൾ പ്രധാനമായി കാണുന്നത്. അതിൻ്റെ പേരാണ് ഹൈപ്പോ തൈറോയിഡിസം, കൂടുന്നത് ഹൈപ്പർ തൈറോയിഡിസം. സോ മുതിർന്നവരുടെ ലക്ഷണങ്ങളും കുട്ടികളുടെ ലക്ഷണങ്ങളും വ്യത്യസ്തമുണ്ട്. കുട്ടികൾക്ക് തൈറോയിഡിൻ്റെ ഹോർമോൺ കുറയുമ്പോൾ ചില കുട്ടികൾക്ക് ക്ഷീണം, തളർച്ച, അമിതമായ വണ്ണം, വളർച്ചക്കുറവ്, പഠിത്തത്തിൽ ശുഷ്കാന്തി ഇല്ലായ്മ, മലബന്ധനം അല്ലെ തലമുടി പൊഴിച്ചൽ പല പല ലക്ഷണങ്ങൾ കാണും. പെൺകുട്ടികൾക്കാണെങ്കിൽ ചിലർക്ക് ആർത്തവം ആരംഭിക്കുന്ന ലേറ്റ് ആവാം, മെൻസ്ട്രൽ ഡിസ്റ്റർബൻസ് കാണാം. അതേപോലെ സ്ഥിരം നമ്മുടെ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം, ഡോക്ടർ എന്തുകൊണ്ട് തൈറോയിഡ് ഇപ്പം ഇത്ര കോമൺ ആയിട്ട് കാണുന്നു? ഇപ്പം പണ്ടത്തെ പോലെ അയഡിൻ്റെ കുറവോ കപ്പയോ ക്യാബേജോ കോളിഫ്ലവറോ അതുകൊണ്ടുണ്ടാകുന്ന തൈറോയിഡിൻ്റെ മുഴകൾ അത്ര കോമൺ അല്ല. 90% പേർക്കും തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടാകുന്ന ജനിതകമായി തൈറോയിഡ് ആൻറ്റിബോഡി കൊണ്ടുണ്ടാകുന്നത്. എന്ന് വെച്ചാൽ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ കുടുംബത്തിൽ ആർക്കെങ്കിലും തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ കുട്ടികളുടെയും കൂടെ തൈറോയിഡ് ചെക്ക് ചെയ്യണം. അതിനെപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് TSH മാത്രമല്ല, നമ്മളൊരു ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്ന പോലെയാണ് TSH. ഇന്ന് ഷുഗർ കഴിക്കുമ്പോൾ 80 ആണ്, നാളെ ചിലപ്പോൾ 250 ആയിരിക്കും, മറ്റന്നാൾ 40 ആവാം. സോ അതേപോലെ TSH ചെക്ക് ചെയ്യുമ്പോൾ ഡെയിലി വേരിയേഷൻ വരാം. തൈറോയിഡിനൊപ്പം ചെക്ക് ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ആൻറ്റിബോഡി. അപ്പനോ അമ്മയ്ക്കോ തൈറോയിഡിൻ്റെ അസുഖമുണ്ട്, കുട്ടിക്ക് തൈറോയിഡും ആൻറ്റിബോഡിയും രണ്ടും ചെക്ക് ചെയ്ത് നോർമൽ ആണെങ്കിൽ തൈറോയിഡ് ഇല്ലെന്ന് കരുതാം. TSH ചെക്ക് ചെയ്യുന്ന നോർമൽ, ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ കുട്ടിക്ക് വർഷത്തൊരിക്കൽ തൈറോയിഡ് ചെക്ക് ചെയ്ത് വരുന്നോ ഇല്ലയോ എന്ന് നോക്കണം. എന്ന് വെച്ചാൽ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട മുഴകൾ 10% പേർക്കും ബ്ലഡിലെ ചേഞ്ച് 90% പേർക്കും ഉണ്ട്. തൈറോയിഡ് സംബന്ധമായ എന്തെങ്കിലും ലക്ഷണം കുട്ടിക്കുണ്ടെങ്കിലോ അല്ലെങ്കിൽ പാരമ്പര്യമായി തൈറോയിഡ് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിലോ ബ്ലഡിലെ തൈറോയിഡും ആൻറ്റിബോഡിയും ചെക്ക് ചെയ്ത് ആ ബ്ലഡിലെ വേരിയേഷൻ ഉണ്ടെങ്കിൽ ആദ്യമേ മരുന്ന് കഴിക്കുക. ഒരു കാര്യം കൂടെ പറയുന്നത്, ജന്മനാ കുട്ടികൾക്ക് കാണപ്പെടുന്ന ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്, അതിൻ്റെ പേരാണ് കൺജെനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം. പണ്ട് നമ്മൾ പിത്തം എന്ന് പറയും. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വളർച്ച മുരടിക്കുന്നു, അമിതമായി വണ്ണം വരുന്നു. ഇത് 3000 കുട്ടിക്ക് ജനിക്കുമ്പോഴേ കാണപ്പെടാം. അതുകൊണ്ടാണ് ഇപ്പോൾ ജനിച്ച 3 ദിവസത്തിനുള്ളിൽ എല്ലാ കുട്ടികളുടെയും TSH ചെക്ക് ചെയ്യണമെന്ന് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മാൻഡേറ്ററി ആയിട്ട് വെച്ചിരിക്കുന്നു. തൽഫലമായി ജനിക്കുമ്പോഴേ തൈറോയിഡ് അസുഖങ്ങളുള്ള കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ 3 വയസ്സാകുമ്പോൾ ടോട്ടലി നോർമൽ ആവാനും ബുദ്ധി വളർച്ചയും നോർമൽ ആക്കപ്പെടാനും സാധിക്കും.
ഡോക്ടർ പറഞ്ഞല്ലോ ബുദ്ധി വളർച്ചയും തൈറോയിഡ് ഗ്രന്ഥി അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺസും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പഠന വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് ഇത് ചെക്ക് ചെയ്തേണ്ടത് ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, തൈറോയിഡിന്റെ അസുഖം 3 വയസ്സിന് മുമ്പ് ഒരു വ്യക്തിക്ക് തൈറോയിഡിന്റെ അസുഖം ഉണ്ടെങ്കിൽ അത് ബുദ്ധി വളർച്ചയെ ബാധിക്കാം. 3 വയസ്സിന് ശേഷം തൈറോയിഡിന്റെ അസുഖം ഉണ്ടെങ്കിൽ ബുദ്ധി വളർച്ചയെ ബാധിക്കത്തില്ല. അത് ശരീരത്തിന്റെ പൊക്കത്തിനെയും ലൈംഗിക വളർച്ചയും ഒരു പരിധിവരെ വണ്ണത്തെയും ബാധിക്കാം. അപ്പോൾ ചില ആൾക്കാർ വന്നു പറയും 30 വയസ്സിൽ തൈറോയിഡ് കണ്ട് ഡോക്ടർ തൈറോയിഡ് വന്നപ്പോൾ തൊട്ട് ക്ഷീണമാണ്, പഠിത്തം ശരിയായിട്ടില്ല. ഒരിക്കലും ശരിയല്ല. അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമാന്ദ്യമല്ല, പഠിക്കുന്നതും സ്ലോ ആവും. പക്ഷെ തിരിച്ച് ജന്മനാ തൈറോയിഡ് ഹോർമോണിന്റെ കുറവുണ്ട്, അതാണ് കൺജന്റൽ ഹൈപ്പോതൈറോയിഡിസം. ജനിച്ച 2 ആഴ്ച കഴിഞ്ഞ് ഒരു കൊച്ചിന് മഞ്ഞപ്പിത്തം വരുന്നു അല്ലെങ്കിൽ മലബന്ധനം വരുന്നു, ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ തൈറോയിഡ് ഹൈ ആ കുട്ടിക്ക് ഫസ്റ്റ് 3 വയസ്സ് വരെ എല്ലാ 3 മാസവും TSH ചെക്ക് ചെയ്ത് തൈറോയിഡിന്റെ കറക്റ്റായിട്ട് ഡോസ് കൊടുത്തില്ലെങ്കിൽ IQ അഥവാ ആ കൊച്ചിന്റെ പഠിത്തത്തിന്റെ ഔട്ട്കം ലോ ആവാൻ ചാൻസ് ഉണ്ട്. സോ 3 വയസ്സിന് മുമ്പ് തൈറോയിഡ് ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 3 വയസ്സിന് ശേഷമുള്ള തൈറോയിഡ് ബുദ്ധിയെ അധികം ബാധിക്കത്തില്ല, ശരീരത്തിന്റെ ലൈംഗികവും വണ്ണത്തിന്റെ വളർച്ചയെ ബാധിക്കത്തുള്ളൂ. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിന്റെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് അവസാനിക്കുന്നു. ഡോക്ടർ ലൈവിനി നാളെ ഉച്ചയ്ക്ക് 2:30. നന്ദി.